സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വ്ളോഗിങ്ങും മറ്റും ചെയ്യുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഷേക്ക് ഇല്ലാതെ എങ്ങനെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കുറേയേറെ വീഡിയോസിലൊക്കെ ഈ ഷേക്കിംഗ് പ്രശ്നമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വാങ്ങിയ ഒരു ഇൻസ്ട്രുമെൻറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി. അതാണ് DJIയുടെ Osmo Mobile 4SE. ഈ പിക്ചറിൽ കാണുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് കരുതി, നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സാധനം നമുക്ക് കിട്ടി. ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ചൈനീസ് കമ്പനിയുടെ പ്രോഡക്റ്റാണ്, എങ്കിലും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നമുക്ക് അവർക്ക് ഈ ഒരു ഗിംബൽ അല്ലാതെ, ഈ ഒരു മൊബൈൽ ഫോൺ സ്റ്റെബിലൈസർ അല്ലാതെ വളരെ ഒത്തിരിയേറെ പ്രോഡക്റ്റ്സ് ഉണ്ട്, ഡ്രോണും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു നമ്മുടെ ഈ പാക്കേജ് ഒന്ന് പൊട്ടിച്ച് നോക്കാം അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ഒരു വൈറ്റ് ബോക്സാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നന്നായി എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കേപ്പബിലിറ്റീസൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ആപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിംബലാണ്, സ്റ്റെബിലൈസറാണ്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. നല്ല റിവ്യൂ ഒക്കെ കണ്ടതുകൊണ്ടാണ്. അതിന് പല കാര്യങ്ങളും ചെയ്യാം. അതിനകത്ത് മാഗ്നറ്റിക്കാണ്. സാധാരണ ഇത് ഹോൾഡ് ചെയ്യുന്നത് മെക്കാനിക്കൽ ഹോൾഡിംഗ് ആണ്, പക്ഷേ ഇതിനകത്തൊരു മാഗ്നറ്റിക് ഹോൾഡിംഗ് ആണുള്ളത്. നമുക്കതൊക്കെ ഒന്ന് കാണാം. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് ഞാൻ കരുതിയുകൊണ്ടാണ് വാങ്ങിയത്. എനിക്ക് 8,999 രൂപയായി ആമസോണിൽ നിന്ന് ഇത് ഓർഡർ ചെയ്തപ്പോൾ. 9% ടാക്സ് കൊണ്ട്. നമുക്കതിനകത്ത് തുറന്ന് നോക്കാം എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന്. അത് നന്നായിട്ട് അതിൻ്റെ ഒരു യൂസർ മാനുവലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് ആ ഗിംബൽ കാണാം. ഗിംബലും അതിൻ്റെ ഒരു ട്രൈപ്പോഡും കാണാം. ക്ലിപ്പ് ട്രൈപ്പോഡുണ്ട്. അത് അൺഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഏകദേശം 163 mm വരും. നമുക്ക് ഈ ട്രൈപ്പോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ല നീളത്തിലൊക്കെ പിടിച്ച് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അത് കണക്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു പവർ കേബിളുണ്ട്, ഒരുവിധം നീളമുള്ള ഒരു പവർ കേബിളുണ്ട്. USB-C പോർട്ടാണ് അതിനുള്ളത്. പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് വരുന്നു. പിന്നെ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? പിന്നെയാണ് ഇതൊരു ക്ലാമ്പാണുള്ളത്. എന്താണ്, ഒരു മാഗ്നറ്റിക് ഫോൺ ക്ലാമ്പാണുള്ളത്. ഒരുവിധം എല്ലാ ഫോണും അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വരുന്നു. ഇതാണ് നമ്മുടെ ഗിംബൽ. അത് അൺഫോൾഡ് ചെയ്തുമ്പം നല്ല നീളത്തിൽ നല്ല ഹൈറ്റ് കിട്ടും. ഏകദേശം 276 mm ഹൈറ്റ് കിട്ടും അൺഫോൾഡ് ചെയ്യുമ്പോൾ. പിന്നെ ആ ട്രൈപ്പോഡൂടെ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നീളം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ അകത്തായിട്ട് ഒരു നല്ലൊരു ക്വാളിറ്റി പൗച്ചുണ്ട്. ഇതാണ് ആ പൗച്ച്. അതിനടുത്തായിട്ട് തന്നെ തണ്ടേ ഒരു റിസ്റ്റ് സ്ട്രാപ്പുണ്ട്. പ്രത്യേകിച്ച് നടന്നൊക്കെ പോയി വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നവർ കയ്യിലൊക്കെ തൂക്കിക്കൊണ്ട് നടക്കാൻ ഉപകാരപ്പെടും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പൗച്ചാണ്. ഇതിനകത്ത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ടുണ്ട് പോകാം. ഇതാണ് അതിൻ്റെ ഒരു ഗ്രിപ്പ് ട്രൈപ്പോഡ്. അതിൻ്റെ അകത്തെ ഡിസൈനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട്, ഇത് സ്റ്റേബിളായിട്ട് നിൽക്കാൻ തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റത്തൊരു സ്ക്രൂ ഉണ്ട്, അത് നമ്മുടെ ആ ഗിംബലിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി അത് നന്നായി ഗ്രിപ്പ് ചെയ്ത് പിടിക്കാനും വേണ്ടി ഒരു റൈസർ പാഡുണ്ട്. അത് റബ്ബറിലാണ്. ഇതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡ് ചെയ്യുന്ന ക്ലാമ്പ്. അപ്പോൾ എല്ലാ സംഗതികളും ഇത്രയേ ഉള്ളൂ. അതായത് ഏകദേശം ഇതിന് ഒരു നല്ല പ്രോഡക്റ്റാണ്. ഓസ്മോ 4 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനുമായിട്ട് ഈക്വലാണ് ഇത്. അതും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അവരുടെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഹോൾഡർ കുറച്ച് മാഗ്നറ്റിക് റിംഗ്, അവർക്കൊരു മാഗ്നറ്റിക് റിംഗ് ഹോൾഡറുണ്ട്. ഇതിൽ അതില്ല. പിന്നെ അവരുടെ ഫോൺ ക്ലാമ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പിന്നെ യൂസർ മാനുവലൊക്കെ നന്നായിട്ടുണ്ട്. ഒരു സ്റ്റാർട്ട് ഗൈഡൊക്കെ ഉണ്ട്. അതുകൂടാതെ സേഫ്റ്റി ഗൈഡ് ലൈൻസൊക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു ചെറിയ ഒരു ബുക്കിനകത്ത്, പ്രത്യേകിച്ച് ചൈനീസ് കമ്പനിയായിട്ട് പല രാജ്യങ്ങളുടെയും അവരുടെ റെഗുലേഷൻസ് അനുസരിച്ചുള്ള കുറച്ച് അവരുടെ ഗൈഡ് ലൈൻസൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്. ഇനി നമുക്ക് ഇത് എൻ്റെ യൂസർ മാനുവലിൽ നിന്ന് എടുത്തത് എങ്ങനെയാണ് അൺഫോൾഡ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആപ്പ് അത് ഇൻസ്റ്റാൾ ചെയ്യണം, എന്നാലേ ഇത് നന്നായി വർക്ക് ചെയ്യുള്ളൂ. എന്നാലും അതിന് മുമ്പ് നമുക്കിത് നന്നായി ഒന്ന് വായിച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരുവിധം എല്ലാ തരത്തിലുള്ള ഫോണും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു 67 തൊട്ട് 84 mm വരെ ഒരു തിക്നെസ് ഉള്ള ഫോണുകളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ചെറിയ ഫോണുകൾ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ റൈസർ പാഡ് യൂസ് ചെയ്യാം. ആ റൈസർ പാഡ് വെച്ചതിന് ശേഷം അത് കണക്ട് ചെയ്യാൻ പറ്റും. നല്ല ഒരു മാഗ്നറ്റിക് ഗ്രിപ്പാണ് ഇതിനുള്ളത്. സാധാരണ ഒരു മെക്കാനിക്കൽ ഹോൾഡിംഗ് ആണുള്ളതെങ്കിൽ ഇതിലെ മാഗ്നറ്റിക് ഗ്രിപ്പ് നല്ല ഒരു ഗ്രിപ്പാണുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് അത് ഗ്രിപ്പ് ചെയ്യുന്നതെന്നൊക്കെ.
നമ്മൾ ഈ ഡോക്യുമെൻ്റ് നന്നായി ഒന്ന് വായിക്കണം, എന്നാലേ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഞാനിത് വാങ്ങി അപ്പം തന്നെ യൂസ് ചെയ്യുകയാണ്. അപ്പം അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ ആപ്പ് വഴി ചെയ്യുന്ന ഫീച്ചേഴ്സൊക്കെയാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. പ്രത്യേകിച്ച് ജസ്റ്റ് കൺട്രോളും സ്റ്റോറി മോഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ എവിടെ വരണം എന്നുള്ളത് കറക്റ്റായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ക്ലാമ്പിൽ അത് കറക്റ്റായിട്ട് വെക്കണം. അതിനുശേഷം ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ട്രൈപോഡൊക്കെ കണക്ട് ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. ട്രൈപോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേബിളായിട്ട്, പ്രത്യേകിച്ച് സംസാരിക്കുന്ന വീഡിയോസും അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് സ്റ്റേബിളായിട്ട് നിർത്തി വീഡിയോ ഒക്കെ എടുക്കാൻ ഈ ട്രൈപോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. എൻ്റെ ക്വാളിറ്റി പ്ലാസ്റ്റിക്കൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷുള്ള ഒരു പ്രോഡക്റ്റാണ്, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 276 mm വരും. പിന്നെ ഇതിൻ്റെ ക്യാമറയിൽ നമ്മളത് ഹോൾഡ് ചെയ്യത്തില്ലേ, ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു മാഗ്നറ്റിക് ഗ്രിപ്പാണ്. ഏകദേശം 50 Newton കമ്പനി പറയുന്നത്. അതിൻ്റെ ഡയറക്ഷനൊക്കെ കറക്റ്റായി നോക്കി അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രിപ്പാണുള്ളത്. അത് പെട്ടെന്ന് അത് തെറിച്ച് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. 50 Newton വരെ ഒരു വെയിറ്റ് ഉണ്ട്. അതായത് ഏകദേശം നമ്മുടെ 2 ലിറ്ററിൻ്റെ സോഡ ഉണ്ടല്ലോ, അതിന് 2 ബോട്ടിൽസ് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്ര പവറാണുള്ളത്. പെട്ടെന്നൊന്നും അത് തെറിച്ച് പോകില്ല. പിന്നെ അതിനകത്തുള്ള സ്വിച്ചസ് പറയുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് 3 സ്വിച്ചസ് ഉണ്ട്. ഒന്ന് ഒരു ബട്ടൺ, എന്ന് എഴുതിയിരിക്കുന്ന സ്വിച്ച് ഉണ്ട്, അതാണ് ഓൺ ആൻഡ് ഓഫ്. അത് പ്രത്യേകിച്ച് പല കൺട്രോൾസും ഉണ്ട്, അതൊക്കെ അതിനകത്തുണ്ട്. അതിനെ കൂടാതെ അതിൻ്റെ ഒരു വലിയൊരു സ്വിച്ചിൻ്റെ ഇടതുവശത്തുള്ളത് തന്നെ ജോയ്സ്റ്റിക്കാണ്. പ്രത്യേകിച്ച് ഇതിനെ ടിൽറ്റ് ചെയ്യാനും ഫാൻ മൂവ്മെൻറ്റിനും ഇതിനകത്ത് 3 മോട്ടോഴ്സ് ഉണ്ട്. പിന്നെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സിനും വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സിനും പിന്നെ ടിൽറ്റ് ചെയ്യാനും. അപ്പോൾ ഈ ഒരു ജോയ്സ്റ്റിക്കും ഉണ്ട്. ഈ ബട്ടണാണ് ഓൺ ആൻഡ് ഓഫും. പിന്നെ നമ്മളെ ആ ഒരു എന്താണ് അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ലാൻഡ്സ്കേപ്പും പോർട്രേറ്റുകളിലൊക്കെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ബട്ടണാണ് ഉപയോഗിക്കുന്നത്. ഈ വലിയ സ്വിച്ച് അതിനിങ്ങനെ എന്താ പറയുക, ഫാൻ മൂവ്മെൻറ്റിനും ടിൽറ്റ് മൂവ്മെൻറ്റിനും ഒക്കെ സഹായിക്കും. പിന്നെ അതിൻ്റെ സൈഡിൽ നമുക്കിപ്പം ഒരു സൂം ചെയ്യാനും ആ ആപ്പിൽ പോയതിന് ശേഷം അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു സൂം സ്ലൈഡറുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ട്രിഗർ ബട്ടണുണ്ട്. ഈ ഗിംബലിൻ്റെ ഈ 3 മോട്ടോഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത് ശരിക്കും കാണണമെങ്കിൽ DJIയുടെ മിമോ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഉണ്ടെന്നാണ് പറഞ്ഞത് ഗൂഗിൾ ആപ്പ് സ്റ്റോറിൽ. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഗൂഗിൾ ആപ്പ് സ്റ്റോറിൽ ആ ആപ്പ് കണ്ടില്ല. പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ ആപ്പ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് US. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഡ്രോൺസൊക്കെ ഈ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അവരുടെ വെബ്സൈറ്റിൽ ഞാൻ പോയി DJI മിമോയുടെ, എന്നിട്ട് അവരുടെ ഡൗൺലോഡ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ടും അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആക്ച്വലി നമ്മുടെ മൊബൈൽ കമ്പനീസൊന്നും അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ സേഫ് ആണെന്ന് എനിക്ക് തോന്നി. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അത് പെട്ടെന്ന് തന്നെ നമ്മളെ ഇൻസ്ട്രുമെൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. ബ്ലൂടൂത്ത് വഴി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് പല സ്ട്രെങ്തുകളും ഉണ്ട്. ഈ മിമോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ മോട്ടോഴ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് കാണാം. പ്രത്യേകിച്ച് നമ്മളെ ബട്ടണൊക്കെ പ്രസ് ചെയ്യുമ്പം ഈ ബട്ടൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചത് പാൻ മൂവ്മെൻറ്റും ടിൽറ്റ് മൂവ്മെൻറ്റും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ റോൾ മൂവ്മെൻറ്റും എല്ലാം ചെയ്യാൻ പറ്റും. 3 മോട്ടോഴ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും. എന്നെ ഇപ്പോൾ സഹായിക്കുന്ന ഒരു 6 വയസ്സുകാരിയാണ് ഈ ഫോട്ടോ എടുക്കാനൊക്കെ, അവൾക്ക് വരെ അത് ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ സൂം ചെയ്യാനും പറ്റും. ഈ സ്വിച്ചിലൂടെ കഴിയും. ഇപ്പോൾ അത് കണക്റ്റഡ് അല്ല. പിന്നെ ഞാനിതാണ് പറഞ്ഞ ട്രിഗറിങ് സ്വിച്ചാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഒന്ന് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ലോക്ക് മോഡിലാവും. നമ്മൾ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ അനങ്ങാതെ എടുക്കാൻ സഹായിക്കും. പിന്നെ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആക്റ്റീവ് ട്രാക്ക് മോഡ് ഓപ്പൺ ആവും. അങ്ങനെയൊക്കെ പല ഫെസിലിറ്റീസും ഉണ്ട്. അത് ആപ്പ് പോയാലേ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ആപ്പിൾ വഴി കണക്ട് ചെയ്തതിന് ശേഷമാണ്. നോക്കൂ, നമ്മൾ സ്റ്റാൻഡ് ബൈ പൊസിഷനിൽ പോകുന്നുണ്ട്, പോർട്രേറ്റ് പൊസിഷനിൽ വരുന്നുണ്ട്, ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ആ സ്വിച്ചസ് വഴി ചെയ്യാൻ പറ്റുന്നുണ്ട്. ജോയ്സ്റ്റിക്ക് വഴിയും ബട്ടൺ വഴിയും എല്ലാം ചെയ്യാൻ പറ്റും. അവർ കമ്പനി പറയുന്നത് ഏകദേശം 333 ഡിഗ്രി വരെ ടേൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ പാൻ മൂവ്മെൻറ്റും ടിൽറ്റ് മൂവ്മെൻറ്റും ഒക്കെ അവർ പറയുന്ന സ്പീഡ് എന്ന് പറയുന്നത് 120 ഡിഗ്രി പെർ സെക്കൻഡ് വരെ സ്പീഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ച് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് പരിചയമായാൽ മാത്രമേ ഇതെല്ലാം അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വ്യക്തമാണ്. നമ്മുടെ 6 വയസ്സുകാരി നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട്.
എങ്കിലും പിന്നെ എനിക്കിതിൻ്റെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു USB പോർട്ടുണ്ട്, USB-A പോർട്ട്. അത് നമുക്കൊരു പവർ ബാങ്കായിട്ട് ഇത് യൂസ് ചെയ്യാം. നമ്മുടെ മൊബൈലിൽ ചാർജ് കുറവാണെങ്കിൽ അതുവഴി കണക്ട് ചെയ്യാനൊക്കെ പറ്റും എന്നൊരു പ്രയോജനമുണ്ട്. പിന്നെ ഇത് ഏകദേശം ചാർജിങ് ടൈം 2.5 hours ആണ്. ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ 15 മണിക്കൂർ വരെ നിൽക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ആപ്പ് ഉപയോഗിച്ച് പലതരത്തിലുള്ള ഷോട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂം ചെയ്യാം എന്നൊക്കെ, അത്തരം സൂമിങ്ങിനൊക്കെ ഉള്ളൊരു എക്സാമ്പിളാണിത്. ആ സൈഡിലുള്ള ആ ഒരു സ്ലൈഡർ സൂം സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്കത് സൂം ചെയ്യാം. അപ്പം ഞാനത് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇല്ലാതെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. നമുക്ക് മുഴുവൻ ജെർക്കിങ് ഒക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാവും നമ്മൾ ആ പടി കയറും എത്രത്തോളം ആ ഷേക്കിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാം എന്ന് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് എത്രത്തോളം ജെർക്കിങ് ഒഴിവാക്കാമെന്ന് കരുതും. പിന്നെ എനിക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ തോന്നിയ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇതൊരു ചൈനീസ് പ്രോഡക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഇവർ കസ്റ്റമർ കെയർ ഒന്നും ഇല്ല എന്നുള്ളതാണ്. സാധാരണ അവർ കുറച്ച് പൈസ പേ ചെയ്ത് കഴിഞ്ഞാൽ 2 റീപ്ലേസ്മെൻറ്റ് വരെ തരികയും ചെയ്യും. ആക്സിഡൻറ്റ് കവറേജസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ഇന്ത്യയിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കാശും കുറച്ച് കൂടുതലാണ്. അതൊഴികെ നല്ലൊരു പ്രോഡക്റ്റാണിത്. ആദ്യമായിട്ടൊക്കെ യൂട്യൂബിലൊക്കെ ആദ്യമായിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഇതിനെപ്പറ്റിയുള്ള കഥ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.